ഉപ്പാന്റെ ഉമ്മ എൻ്റെ വല്യമ്മാനോടാണ്. ഇന്നൊക്കെ അങ്ങനെ പറയാന് അവരുടെ ഖബറിന്റെ അടുത്ത് പോകണം. എനിക്ക് മൂപ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നും വലിയ സങ്കടമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടം എൻ്റെ വല്യമ്മയായിരിക്കും. ഓൻ്റെക്കണ പൈസ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല കച്ചവടം ഉണ്ടായാലുണ്ട്. ആള് ഭയങ്കര ഭാഗ്യവാനാണ്. 17ാമത്തെ വയസ്സിലാണ് കേട്ടോ. അപ്പോ എന്റെ കയ്യിൽ പൈസ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പോയൊക്കെ ഭയങ്കര പൈസക്കാരനാണ് കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റിൽ ജോയിൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചോളി, ധൈര്യമായിട്ട് അറിയിച്ചോളി. ഇത് നമ്മളെ കമ്പനിയാണ്, നമ്മളെ പ്രൊഡക്റ്റ് ആണ്. നമ്മളെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് വരുമാനം ഡെയിലി ഒരു 5000 ഉണ്ടാക്കാം, 2000 ഉണ്ടാക്കാം, 500 ഉണ്ടാക്കാം. അപ്പൊ മക്കളെ, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അഥവാ എന്റെ ജീവിതത്തിന്റെ ഇന്നലെ ഒരു പാർട്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ നമ്മള് സെക്കൻഡ് പാർട്ട് വേണമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു ചെറിയൊരു ലൈഫ് സ്റ്റോറി നിങ്ങൾ സ്വീകരിച്ചതിന് വളരെ സന്തോഷം. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നാണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. കാരണം നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത അത്ര വ്യൂസും ഒരുപാട് കമന്റും ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിലപ്പെട്ട സമയം നമ്മുടെ ഈ വീഡിയോ കാണാനും കമന്റ് ചെയ്യാനൊക്കെ നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടല്ലോ. അതിന് വലിയൊരു സന്തോഷമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പ്രണയം ഉണ്ടാവും, എന്റെ പ്രണയ പരാജയം ഉണ്ടാവും, എന്റെ ബിസിനസ് ഉണ്ടാവും, എന്റെ ബിസിനസിന്റെ പരാജയം ഉണ്ടാവും, എനിക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്റെ സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തലുണ്ടാവും. അപ്പോ തരണം ചെയ്തിട്ട് വന്ന സ്ഥാപനം, അതെ, അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ഇട്ട സ്ഥാപനങ്ങളെ കുറിച്ച് പറയലുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നമ്മൾ നോർമലി സംസാരിക്കുന്നതല്ലാതെ വിഷ്വലുകളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഒരുപാട് വെളിച്ച് നീട്ടിയിട്ടൊന്നും നമ്മളെ സ്റ്റോറി പറയുന്നില്ല, വളരെ ലളിതമായിട്ടായിരിക്കും നമ്മളെ സ്റ്റോറി പറയുക. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് അപ്പോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോ നിർത്തിയത് ഞാൻ മൊബൈൽ ഷോപ്പ് വാങ്ങി എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ മൊബൈൽ ഷോപ്പ് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ, ഇതിൽ വിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വേണ്ടേ. അതിനാണെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ വേണം. നമ്മുടെ അടുത്ത് ആകെ ഇല്ലാത്തത് പൈസയാണ്. അപ്പൊ ഈ കടയിലേക്ക് എന്നെ വിശ്വസിച്ച് പൈസ തന്ന ഒരാളുണ്ട്. അയാളെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ നമുക്ക് അയാളെ കണ്ടതിന് ശേഷം ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. ഇത് കോയാക്കയാണ് കേട്ടോ. കോയാക്ക് ചിലപ്പോ നമ്മളെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കോയാക്ക നമ്മളെ ഒരുപാട് പേരെ നോർമലി എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മൊബൈലാണ് തുടങ്ങുന്നത് 17ാമത്തെ വയസ്സിലാണ് കേട്ടോ. അപ്പോ എന്റെ കയ്യിൽ പൈസ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കോയാക്ക ഭയങ്കര പൈസക്കാരനാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവർക്ക് ഇവിടെ ടയർ ഷോപ്പ് ഉണ്ട്, നെല്ലായിൽ തന്നെ ടയർ കട ഉണ്ട്. അപ്പോൾ ഞാൻ മൊബൈലാണ് തുടങ്ങുമ്പോൾ നമുക്ക് 35,000 രൂപക്കാണ് നമ്മൾ ആ കട വാങ്ങുന്നത്. അപ്പൊ ആ കട വാങ്ങാനുള്ള പൈസ മാത്രമേ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇപ്പൊ കോയാക്കാണ്ട് ചോദിച്ചു, ചെറുക്കന് കട തുടങ്ങുന്നുണ്ട്, 1 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. കോയാക്ക 1 ലക്ഷം റുപ്യ നമുക്ക് തന്നുട്ടോ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പാക്ക് കൂലിപ്പണിയാണ്, മീൻ കച്ചവടമാണ്. എനിക്കൊരു 17 വയസ്സായ ചെക്കനാണ് ഞാൻ. അപ്പോൾ ഞാൻ എങ്ങനെ ഈ പൈസ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്റെ ഉപ്പാക്ക് ഇയാൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നും കൂടി അങ്ങനത്തെ ഒരു അവസ്ഥയല്ല അന്ന്. അപ്പൊ ഞാനന്ന് കോയാക്കാണ്ട് പറഞ്ഞിരുന്നു, ഞാൻ 6 മാസം കൊണ്ട് ഞാൻ ആ പൈസ തിരിച്ചിരുന്നു പറഞ്ഞിരുന്നു. ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് ആ പൈസ തിരിച്ചു തന്നു. അതിനുശേഷം എനിക്ക് ഒരുപാട് വേറെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കല്യാണ സമയം, അതേപോലെ ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എന്നല്ല, ഞാൻ എപ്പോൾ ചോദിച്ചാലും പൈസ മൂപ്പര് എനിക്ക് തരലുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരിക്കലും മൂപ്പരോട് പറഞ്ഞ വാക്ക് ഇന്നുവരെ തെറ്റിച്ചിട്ടില്ല. പറഞ്ഞ സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് 1 ലക്ഷം റുപ്യ തന്നത് നമ്മുടെ കോയാക്കയാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ അടുത്ത സ്റ്റോറി പറയുമ്പോൾ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ കോയാക്കാനെയാണ്. അപ്പോൾ വളരെ സന്തോഷം, നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം. സത്യല്ലേ, സത്യം അല്ല, ഉള്ള കാര്യല്ലേ, കൈന്നിട്ടല്ലോ, ഉള്ള കാര്യം തന്നെയല്ലേ. അതാണ്. അപ്പോ ശരി. അങ്ങനെ 2012 ഡിസംബർ 15-ാം തീയതി നമ്മൾ ഈ മൊബൈൽ ഷോപ്പ് വാങ്ങി, നമ്മൾ ഈ മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് എനിക്ക് 17 വയസ്സാണ്. എനിക്ക് മാർച്ച് 24-ാം തീയതിയാണ് 18 വയസ്സായത്. അപ്പൊ 17ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അന്ന് നമ്മളിവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആകെ 1 ലക്ഷം റുപ്യ ഉള്ളത്. അതുകൊണ്ട് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും. എനിക്ക് ആകെ മുതൽക്കൂട്ടായിട്ട് ഉണ്ടാകുന്നത് നല്ല വായിലെന്നാവ്, നല്ലപോലെ ആൾക്കാരോട് പെരുമാറാനും കച്ചവടം നടത്താനും അറിയുന്ന ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചൈന ഫോണുകളാണ് ഉണ്ടായിരുന്നത്. അന്നൊരു ചൈന ഫോൺ വിറ്റ് കഴിഞ്ഞാൽ 300-400 റുപ്യക്ക് ലാഭം കിട്ടും കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരാഴ്ചത്തോളം ഞാൻ ഇവിടെ നിന്നു. എനിക്ക് ബിസിനസ് ഒന്നും നടക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ഒരു ദിവസം എൻ്റെ ഉപ്പാന്റെ വീട്ടിലേക്ക് പോകുന്നത്. എനിക്ക് എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ആദ്യം പറയുന്നത് എൻ്റെ ഉപ്പാന്റെ ഉമ്മ, എൻ്റെ വല്യമ്മാനോടാണ്.
ഇന്നൊക്കെ അങ്ങനെ പറയാന് അവരുടെ ഖബറിന്റെ അടുത്ത് പോകണം. എനിക്ക് മൂപ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നും വലിയ സങ്കടമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടം എൻ്റെ വല്യമ്മയായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വല്യമ്മനാണ് പറയാറുള്ളത്. വല്യമ്മാന്റെ പ്രാർത്ഥനയും വല്യമ്മാന്റെ സപ്പോർട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ. എൻ്റെ വല്യമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വേറെ എവിടേക്കും പോണ്ട, ദുനിയാവിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ള തരും, ഇത് അതിന്റെ പിന്നാലെ പോയാൽ മതിയെന്ന്. ഇത് പറയുന്ന ഇടയിൽ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ മോന് ലുക്കുമാൻ എന്ന് പേരിട്ടത് എൻ്റെ വല്യമ്മയാണ്. എൻ്റെ വൈഫിന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ വല്യമ്മ പേരിട്ടിട്ടുണ്ട്. വല്യമ്മ ഒരു തവണ എൻ്റെ മോനെ കണ്ടിട്ടുണ്ട്. എനിക്ക് പേരിട്ടത് അബൂതാഹിർ എന്ന് പേരിട്ടത് എൻ്റെ വല്യമ്മയാണ്. അതിട്ടത് വല്യമ്മ ഏർവാടി എന്നാണ്. എൻ്റെ ഉമ്മ അതേപോലെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ 3 പെങ്ങന്മാരാണ് കേട്ടോ. എൻ്റെ വല്യമ്മ അവിടുന്ന് പറഞ്ഞു, എൻ്റെ മകനൊന്നുമില്ല, ഓന് ഈ ദുനിയാവിലും ആഹാരത്തിലും ഉപകാരപ്പെടുന്ന ഒരു മകനെ ഈ കൊടുക്ക്, ഇന്റെ അടുത്ത് നിങ്ങൾക്ക് തരാനൊന്നുമില്ല, ഞാൻ നിങ്ങളെ പേര് ഓനിക്ക് ഇട്ടോളാണ്. ഏർവാടിയിലെ മെയിനാണ് അബൂതാഹിർ ഇബ്രാഹിം ബാദുഷ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ അബൂതാഹിറായിട്ട് ജനിക്കുന്നത്. അപ്പൊ വല്യമ്മാന്റെ അടുത്ത് ഞാൻ ചെല്ലുകയാണ്, കച്ചവടം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വല്യമ്മന്റെ അടുത്ത് ചെല്ലുകയാണ്. അതിൽ വല്യമ്മ എന്നോട് പറയാണ്, ഇത് ഡെയിലി ബദരീങ്ങളെ പേർക്ക് 10 റുപ്യ ഇറണമെന്ന്. ഞാനിതിങ്ങനെ പറയുമ്പോൾ വിശ്വാസമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് അതുകൊണ്ടാണ് കച്ചവടം ഉണ്ടായത്, അല്ല ഉണ്ടാകാതിരുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എന്റെ വിശ്വാസം, എന്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഡെയിലി 10 രൂപ ബദരീങ്ങളെ പേർക്ക് ഇടുകയാണ്. ഇന്നും അത് തുടരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡെയിലി ഇടല്ല, മാസം നോക്കിയിട്ട് ബദരീങ്ങളെ പരിപാടി നമ്മളാണ് കൊടുക്കും. 10ഓ 20ഓ എത്ര നമ്മളടുത്ത് വെച്ചെന്ന് നമ്മൾ ഇന്നും കൊടുക്കുന്നുണ്ട്. വല്യമ്മാന്റെ അന്നത്തെ വാക്ക് നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഡെയിലി നമ്മൾ കൂലിക്കായ ഉണ്ടാക്കിയിട്ട് നോർമലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എങ്ങനെ മുന്നേ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോന്നിയ സമയത്ത് തുറക്കും, തോന്നിയ സമയത്ത് അടക്കും. അങ്ങനെ നമ്മുടെ അന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ വേറെ മൊബൈൽ ഷോപ്പ്, വലിയ മൊബൈൽ ഷോപ്പ് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് വേറൊരു മൊബൈൽ ഷോപ്പ് വരികയാണ്. അപ്പൊ നമുക്ക് ഒരു ഉഷാറായി, നമ്മൾ ടൈമിങ്ങിന് തുറക്കും, ടൈമിന് അടക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ തുറത്തി കടയിൽ കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ബിസിനസ് ഒന്നുകൂടെ ഡെവലപ്പായി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, നിലവിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ആയപ്പോഴാണ് നമുക്ക് കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. അപ്പോഴും നോർമൽ തന്നെ, നമുക്കൊരു കൂലിക്കായി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡെവലപ്പ് ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 ഉള്ളത് നമുക്കൊരു 1000 രൂപയ്ക്കായിട്ട് മാറിയിട്ടുണ്ടാവും. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ സുധീഷ് മോളിലെ സ്റ്റുഡിയോ കേട്ടോ, നമ്മുടെ രത്ന സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ടുള്ള സ്റ്റുഡിയോ ആണ്. സുധീഷ് ഇതിനെ പാസ് ചെയ്യുമ്പോൾ ഞാൻ അവനെ വിളിച്ചു. പണ്ട് എനിക്കൊരു പരിപാടി നടന്നു. ഞാൻ കട തുറക്കാൻ വരുമ്പോൾ ഇവനെ വിളിക്കും മോളിന്ന്. ഇവനോട് ഒരു 10 റുപ്യക്ക് റീചാർജ് ചെയ്യാൻ പറയാണ്. ഇവന് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ട് 10 റുപ്യ റീചാർജ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഓൻ്റെക്കുന്ന പൈസ വാങ്ങും. ഓൻ്റെക്കുന്ന പൈസ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല കച്ചവടം ഉണ്ടായാലുണ്ട്. ആള് ഭയങ്കര ഭാഗ്യവാനാണ്. ഈ ഇടയ്ക്ക് ലോട്ടറി അടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഒരു സുഹൃത്തുമായ ഒരു പെൺകുട്ടിയായിട്ട് നമുക്ക് ഇഷ്ടത്തിലാവുന്നത്. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലവ് ഒന്നല്ലായിരുന്നു കേട്ടോ. തുടക്കകാലത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, അഥവാ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അങ്ങനെ അവളെ വീട്ടില് അവളുടെ കല്യാണം ആലോചിക്കുന്ന സമയപ്പോൾ അവള് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് തായറിനെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ച കൊള്ളാന്നുണ്ട് എന്നാണ്. അതിനുശേഷമാണ് നമ്മുടെ പ്രണയമാകുന്നത്. വീട്ടുകാർ നോർമലി പറഞ്ഞു താഹിറിനെ കെട്ടിച്ചേരാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം ഓൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വീട് ഓടിട്ട വീടായിരുന്നു, എനിക്കൊരു കാറില്ല, പറയാൻ മാത്രമുള്ള ബിസിനസ്സുകൾ കാര്യങ്ങളൊന്നുമില്ല. ഓലാണെങ്കിൽ നമ്മളെക്കാട്ടി ഒരുപാട് മുന്നിലാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടന്നില്ല. ഇന്ന് ഓല് പറഞ്ഞ എല്ലാ കുറവുകളും ഞാൻ തിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 2-3 മടങ്ങ് എനിക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ പ്രണയം അങ്ങനെയാണ് പൊളിഞ്ഞു പോകുന്നത്. എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പ്രണയം പൊട്ടി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അധികം ആളുടെയും പ്രണയം പൊട്ടുന്നത് പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പൈസ ഉണ്ടെങ്കിൽ പ്രണയമുണ്ട്, കുടുംബമുണ്ട്, കൂട്ടുകാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പൈസ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നുമില്ല. ഇത് നമ്മുടെ സ്ഥാപനമാണ് വെൽബോൺ വിഷൻ. ഇത് നമ്മുടെ സ്ഥാപനമാണ് ആയുർലുക്ക് ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ ഇനി പറയാൻ പോകുന്ന സംഭവം നിലവിൽ കടയുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ഈ കടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമയം ഫ്രീ ടൈം കിട്ടി. ഇപ്പൊ എന്റെ മൊബൈൽ ഷോപ്പ് ആവുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിച്ചു. അപ്പൊ എനിക്ക് വന്നു ഫാൻസി നമ്പർ വിൽക്കുക, മൊബൈലിന്റെ പൗച്ച് ബാക്കിൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിൽക്കുക. അതിനൊക്കെ ഇഷ്ടംപോലെ ഏജന്റുകളുണ്ട്. നമ്മൾ വെറുതെ ഫോട്ടോയിലേക്ക് അയച്ചു കൊടുത്താൽ മതി, ഓല് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. അതേപോലെ ഫാൻസി നമ്പർ വിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നമ്മളൊരാളെ മുട്ടിച്ചു കൊടുത്താൽ നമുക്ക് കമ്മീഷൻ കിട്ടും. അങ്ങനെ ഞാൻ മൊബൈൽ പൗച്ച്, ഗിഫ്റ്റ്, പ്രിന്റ് അങ്ങനത്തെ ഐറ്റംസിലേക്ക് കടന്നു. അപ്പൊ നമ്മുടെ വരുമാന ലെവൽ ഒന്നുകൂടെ കൂടി. പിന്നെ ആ യൂട്യൂബിൽ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് കണ്ടിരുന്നത് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെ, ഒരുപാട് പരാജയപ്പെട്ടവരും ഒരുപാട് മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ എപ്പോഴും ഇരുന്ന് കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ കാണുന്ന സമയത്താണ് ഞാൻ ഒരു വീഡിയോ കാണുന്നത്. ആ വീഡിയോ ആണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വെൽബോൺ വിഷൻ എന്നാണ്. ഇവിടെ നമ്മൾ നടക്കുന്നത്, നിങ്ങൾക്ക് പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ എന്തെങ്കിലും റെക്കോർഡ് കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോക്ക് വരാം. ഇവിടെ അതിനുള്ള വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരെ കല്യാണങ്ങൾ, അതുപോലെ ബർത്ത്ഡേകൾ, ഏത് തരത്തിലുള്ള ബിസിനസ് സോങ്സ് ആണെങ്കിലും നമ്മൾ ചെയ്തുതരും. നമ്മളെ സ്റ്റുഡിയോന്റെ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകാണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് തന്നെ കിടക്കാം. ആ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വർഷം മുമ്പ് ആ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അഥവാ താരനും മുടി കൊഴിച്ചിലും മുടി വളരാനും തിക്നെസ് വരാനും ലെങ്ത് വരാനുള്ള ഒരു ഹെയർ ഓയിൽ ഉണ്ട്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറയൂ. ആ വീഡിയോ ഒരു കൊല്ലമായതുകൊണ്ട് തന്നെ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു. കമന്റ് നോക്കിയപ്പോൾ ഉപയോഗിച്ച എല്ലാവരും തന്നെ പോസിറ്റീവ് റിസൾട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്കൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി വിൽക്കൂടാണ്. അങ്ങനെയാണ് ഞാൻ ഹെയർ ഓയിൽ എന്ന ബിസിനസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്ഥാപനമാണ് ആയുർലുക്ക് ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് താരന്, മുടി കൊഴിച്ചില്, മുടി വളരാനും, മുടി തിക്നെസ്, ലെങ്ത് അങ്ങനെയുള്ള പ്രോബ്ലത്തിനുള്ള മരുന്ന് സെയിൽ ചെയ്യാണ്. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫേസ് വാഷ് ഉണ്ട്, ഷാമ്പു ഉണ്ട്, അങ്ങനെ കുറെ പ്രൊഡക്ട്സുകൾ നമുക്കുണ്ട്. നമുക്ക് ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റോറിയിലേക്കാണ്. ഞാൻ നേരെ എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചു, എടാ അങ്ങനെ ഒരു ഹെയർ ഓയിൽ ഉണ്ട്, നമുക്ക് ഉണ്ടാക്കിയല്ലേ ചോദിച്ചു. അവൻ പറഞ്ഞു റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1 ലിറ്റർ കൊണ്ട് 10 ബോട്ടിൽ ഉണ്ടാക്കി. ആ 10 ബോട്ടിൽ ഞങ്ങൾ 10 ആൾക്കാർക്ക് കൊടുത്ത് ആ 10 ആൾ ഉപയോഗിച്ച് പോസിറ്റീവ് റിസൾട്ട് പറഞ്ഞു. അങ്ങനെ ആ 10 എന്നുള്ളത് 100ലേക്ക് മാറുകയാണ്. ആ 100 എന്നുള്ളത് 1000ത്തേക്ക് മാറുകയാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനും കൂടി നമ്മൾ ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ 3 പേര് കൂടിയിട്ട് നമ്മൾ ഹെയർ ഓയിലിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിക്ക് ഇങ്ങനെ പോവുകയാണ്. മാസം നല്ലൊരു എമൗണ്ട് 50,000 1 ലക്ഷമൊക്കെ ഇങ്ങനെ ലാഭം വരികയാണ്. കൂട്ടുകാരെ കൊണ്ട് തുടങ്ങിയതിന്റെ ഇടയിൽ പല പ്രശ്നങ്ങളും വരുന്നു, പല ചർച്ചകളും വരുന്നു. ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ നിന്ന് ഞാൻ ഒന്നും അല്ലാതെ ആയിട്ട് ആ ബിസിനസ്സിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു. നമ്മൾ തുടങ്ങി വെച്ച ബിസിനസ് നമ്മളൊന്നും അല്ലാതെ ആ ബിസിനസ്സിൽ നിന്ന് ഞാൻ പുറത്തായി. ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നേരിട്ടൊരു സമയം, എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു, എനിക്ക് കുട്ടിയായിരുന്നു. ഒരു റമദാൻ മാസമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഉടനെ തന്നെ നമുക്ക് ഹെയർ ഓയിൽ തരുന്ന ടീമിനെ വിളിക്കുന്നു, അവരോട് സംസാരിക്കുന്നു. ഞാൻ പുതിയൊരു ബ്രാൻഡ് തുടക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഓല് എന്നോട് പറയുന്നു, ഈ തുടങ്ങിക്കോ, കാരണം ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നമ്മളൊരു എന്തോ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് കണ്ടിരുന്നു, അതുകൊണ്ട് നിനക്ക് തരാൻ നമ്മൾ റെഡിയാണെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാതെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കടമായിട്ട് വാങ്ങിയിട്ട് നമ്മൾ ഹെയർ ഓയിലിന്റെ പരിപാടി നടത്തുന്നു. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാം, ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മൾ വിജയിക്കൂ. ഒന്നുമില്ലാത്ത ഞാൻ 17 ലക്ഷം റുപ്യ കടം വാങ്ങിയിട്ട് ആ ബിസിനസ് ചെയ്യാൻ തയ്യാറായി എന്നുണ്ടെങ്കിൽ അത് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയമാണ്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ എങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിക്ക് 10ഓളം ജോലിക്കാരുണ്ട്, 1, 2, 3 സ്ഥാപനങ്ങളുണ്ട്. അതുകൂടാതെ ഓൺലൈനായിട്ട് നമ്മുടെ ബിസിനസ് നടക്കുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാനിതാ അവരോട് പറഞ്ഞു, എനിക്ക് സാധനം തരണമെന്ന് പറഞ്ഞു. 17 ലക്ഷം റുപ്യ കടം വാങ്ങിയിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് നമ്മൾ വേറൊരു ബ്രാൻഡ് ഇറക്കുകയാണ്. എൻ്റെ മകന്റെ പേര് ലുക്മാൻ എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആയുർ ലുക്ക് എന്നുള്ള ഒരു ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്യാണ്. ഈ വീഡിയോ കാണുന്ന പലരും ആ ബ്രാൻഡ് കണ്ടിട്ടുണ്ടാവും. ഞാനാണ് അതിന്റെ ഓണർ. നമ്മൾ മുന്നത്തെ ബ്രാൻഡ് നമ്മൾ 4 വർഷത്തോളം ചെയ്തു. ആ 4 വർഷം കൊണ്ട് നമ്മൾ എത്തിയ ഒരു റീച്ചിലേക്ക് അൽഹംദുലില്ലാ നമ്മൾ 1 മാസം കൊണ്ട് നമ്മൾ ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിച്ചു. അഥവാ 4 കൊല്ലം കൊണ്ട് മുന്നത്തെ ബ്രാൻഡ് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് എനിക്ക് 1 മാസം കൊണ്ട് വിജയിപ്പിക്കാൻ പറ്റി. അതിന്റെ ബാക്കിൽ വേറെ രഹസ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മളെ ഭാഗത്ത് ശരിയുണ്ട്, നമ്മൾ ഓക്കെയാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാനും സക്സസ് ആവാനും കഴിഞ്ഞത്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടും. അങ്ങനെ നമ്മൾ ആയുർലുക്ക് ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാണ്. അന്ന് ആയുർലുക്ക് എന്നുള്ള സ്ഥാപനം ഇത് തന്നെയായിരുന്നു. ഇന്ന് ആയുർലുക്കിന് വേറെ ഓഫീസ് ഉണ്ട്. അന്ന് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ പാക്കിങ്, ഓർഡർ എടുക്കൽ, എല്ലാ പരിപാടി ഈ ഒരു മൊബൈലുകാരുടെ ഉള്ളിൽ തന്നെ. നമ്മൾ 2-3 ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ രാവിലെ വരും. പുറത്ത് കാണുന്നവർ എന്താ അതിന്റെ ഉള്ളിൽ പരിപാടി എന്ന് ആലോചിക്കും. ഞങ്ങൾ ഫുൾ ടൈം ഇരുന്നിട്ട് കോൾ ചെയ്യുക, ഡീൽ ചെയ്യുക, പാക്ക് ചെയ്യുക, സെയിൽ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സുകൾ തുടങ്ങുന്നത്, എൻ്റെ ബിസിനസ്സിലേക്കുള്ള ഒരു യാത്ര. അപ്പൊ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ബിസിനസ് ആശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങുക. നിങ്ങൾ സത്യസന്ധമായി മാത്രം ബിസിനസ് ചെയ്യുക. ഒരാൾ നമ്മളോട് നമ്മളെ പ്രൊഡക്റ്റിന് ഇന്ന ബെനിഫിറ്റ്, ഇന്ന ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ട് എന്ന് പറയുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയുക. ഇപ്പൊ എന്റെ ഹെയർ ഓയിൽ ആവുകൊണ്ട് ഒരാൾ പറയാണ് ഞാൻ ഫുള്ള് കഷണ്ടിയാണ്, എനിക്ക് മുടി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല,
നമ്മൾ താരനും മുടി കൊഴിച്ചിനുള്ള മുടി വളരാനും തിക്നെസ്സും ലെങ്ത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാൻ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ കഷിന്റെ ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ പേരിലൊരു വിശ്വാസം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാം, നിങ്ങൾക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുമായിട്ട് പാർട്ണർഷിപ്പിൽ ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യരുത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ബിസിനസ് നല്ല നിലയിൽ ആയിക്കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ മുറിയും. ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടുകാർ തമ്മിലുള്ള അകൽച്ച ഉണ്ടാവില്ല. നല്ല രീതിയിലാണെങ്കിൽ എന്തായാലും വർത്തമാനങ്ങൾ ഉണ്ടാവും, ബന്ധങ്ങൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സായിട്ട് ഒരിക്കലും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യരുത്. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച വലിയൊരു പാഠമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മളത് വിനിയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുക. ഒരു കാര്യം കൂടി പറയാം, ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനി ഉണ്ട് ആയുർലുക്ക് ഓർഗാനിക്സ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ഡെയിലി ഒരു 5000 രൂപ ഒക്കെ ഏൺ ചെയ്യാൻ പറ്റിയ ഒരുപാട് പരിപാടികളുണ്ട്. ആളെ ചേർക്കുന്ന പരിപാടി എന്നല്ല കേട്ടോ, നമ്മളെ പ്രൊഡക്റ്റ് വിൽക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇതോടുകൂടി നമ്മുടെ ജീവിതകഥയുടെ ഇതോടുകൂടി എൻ്റെ ജീവിതത്തിന്റെ എപ്പിസോഡ് ഇവിടെ ക്ലിയർ ആവുകയാണ്. ഇനി നമ്മുടെ ബിസിനസിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോസിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള വീഡിയോ നമുക്ക് വരുന്നുണ്ട്. എൻ്റെ ഈ കഥ കേട്ടപ്പോൾ ബിലാലിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് എൻ്റെ വല്യമ്മാൻ്റെ ഒരു കാര്യം കേട്ടില്ലേ, അതിൽ എനിക്കൊരു ഭയങ്കര സങ്കടമായിട്ട് തോന്നി. അതുപോലെ തന്നെ വിജയിച്ച ആളുകളെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ലേ, അതാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 കാര്യങ്ങളാണ് എനിക്ക് അതിൽ പറയുള്ളത്. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ, വളരെ സന്തോഷം. ബിലാലൊക്കെ ആൾറെഡി എപ്പോഴും നമ്മളെ കൂടെ തന്നെയാണ്. ബിലാൽ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ വന്ന വഴികൾ ഈ കഥകളൊക്കെ ബിലാലിനോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതില് ബിലാൽ ഇന്നലെ പോയപ്പോ ഞാൻ കേൾക്കാം, ബഷീറാഖാന്റെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇല്ല, അതുപോലെ തന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് കഥകൾ ഇതിലുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ ജോയിൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചോളി, ധൈര്യമായിട്ട് അറിയിച്ചോളി. നമ്മളെ കമ്പനിയാണ്, നമ്മളെ പ്രൊഡക്റ്റ് ആണ്. നമ്മളെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് വരുമാനം ഡെയിലി ഒരു 5000 ഉണ്ടാക്കാം, 2000 ഉണ്ടാക്കാം, 500 ഉണ്ടാക്കാം, 100 ഉണ്ടാക്കാം. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നത് അത്ര നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. അഥവാ ബിലാല് നമ്മളെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബിലാല് നമ്മുടെ മാനേജർ ആണ്. അതുപോലെ നമ്മൾ വെൽബോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ വേറെ കമ്പനിയുടെ അണ്ടറിലാണെന്നില്ല, നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരിക. ഡീറ്റെയിൽ നമ്മൾ ഷെയർ ചെയ്ത് തരും. അങ്ങനെ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ പറയാം, അറിയിച്ചു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അടിക്കുക. അപ്പോൾ ബിലാലിനൊക്കെ ഒരുപാട് പേര് നമ്മുടെ ചാനലിലൂടെ ബിലാലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനലിൽ എപ്പോഴും വരും കേട്ടോ. എല്ലാവരും നിങ്ങൾ ഓരോ വീഡിയോയും ബിലാൽക്ക് സൂപ്പർ, താരക്ക് സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ സമയം, വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിട്ട് മാറ്റി വെക്കുക, വലിയ സന്തോഷം. ഈ ബിലാൽ എന്ന വ്യക്തി ഒരു വാക്ക് സംസാരിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോയിൽ നിർത്തിയിട്ട് അവനോട് സംസാരിപ്പിക്കൽ തുടത്തി. നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട് ഇപ്പൊ നിലവില്. എന്തായാലും നമ്മുടെ എല്ലാവരും ബന്ധങ്ങളൊക്കെ അള്ളാഹ് നിലനിർത്തട്ടെ. ഇനിയും എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കും നല്ലത് കാര്യങ്ങൾ വരട്ടെ. നമുക്ക് നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. ഒരുപാട് പ്രാർത്ഥനയോടെ, ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ ഈ വീഡിയോ നിർത്തുകയാണ്.